ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. മാസങ്ങൾ നീണ്ട ഗൂഢാലോചന നടത്തി കൂടുതൽ സ്വർണം കടത്താനും ലക്ഷ്യമിട്ടു. ആസൂത്രണത്തിൽ നിർണായക പങ്കുള്ള പത്മകുമാറിനായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. തുടർന്ന് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഇപ്പോൾ അറസ്റ്റിലായവർക്കും അപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. ദേവസ്വം ബോർഡുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത കൂട്ടാളികളിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുന്നതെന്നാണ് സൂചന. ബംഗളൂരുവിൽ വ്യവസായിയായിരുന്ന അജികുമാറിന്റെ മൂവാറ്റുപുഴയിലെ വീട്ടിൽ SIT പരിശോധന നടത്തിയിരുന്നു. പോറ്റിയുടെ മറ്റു കൂട്ടാളികൾ, സഹ സ്പോൺസർമാർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവരെല്ലാം വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യമുന്നിലെത്തും. മാസങ്ങൾ നീണ്ട ഗൂഢാലോചന വഴി കൂടുതൽ സ്വർണം കടത്താൻ പ്രതികൾ ലക്ഷ്യമിട്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആസൂത്രണത്തിൽ പത്മകുമാറിന് നിർണായക പങ്കുണ്ട്. ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തി പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച തന്നെ ഇതിനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷ ദേവസ്വം ബോർഡിന് നൽകിയത് കടകംപള്ളിയാണെന്നാണ് പത്മകുമാറിന്റെ മൊഴി. ജനം, തിരുവനന്തപുരം.